അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് ഷഅബാൻ 28 തിങ്കളാഴ്ച. നാളെ കഴിഞ്ഞാൽ ഒരുപക്ഷെ റമദാൻ മാസം എത്തും. അതല്ലെങ്കിൽ പിറ്റേ ദിവസം തീർച്ചയായും നാം റമദാനിലായിരിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. റമദാൻ മാസം പിറക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി. അള്ളാഹുവെ, നീ ഈ മാസം ഞങ്ങളിലേക്ക് ഉദിപ്പിക്കണമേ. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി, നിർഭയത്വത്തോടു കൂടി, വൽ ഈമാനി, വിശ്വാസത്തോടു കൂടിയിട്ട്, വസ്സലാമത്തി, സുരക്ഷിതത്വത്തോടു കൂടിയിട്ട്, വൽ ഇസ്ലാമി, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ഞങ്ങളിലേക്ക് നീ ഈ മാസം ഉദിപ്പിക്കണമേ തമ്പുരാനെ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതായത് ഈ മാസത്തെ സുരക്ഷിതമാക്കണമെന്നും വിശ്വാസത്തിൻ്റെ കാര്യത്തിലും സുരക്ഷിതമാക്കണമെന്നും സമാധാനം ഉണ്ടാകണമെന്നും ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ എതിരേറ്റത്. നമുക്കും ആ പ്രാർത്ഥന പതിവാക്കാം. അതോടനുബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നോമ്പിൽ അവസാനത്തെ 10 അദ്ദേഹം ഇഅ്തികാഫ് ഇരുന്നതായി കാണാൻ സാധിക്കും. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫു അൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. റമളാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഇഅ്തികാഫ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. നമ്മൾ ഒഴിഞ്ഞിരിക്കുക, മറ്റെല്ലാ ദൗത്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് സാധിക്കുമെങ്കിൽ നാം പള്ളിയിൽ ഒരു ഭാഗത്തിരിക്കുക. അവിടെ വെച്ച് വേണ്ടാത്ത സംസാരങ്ങളും വേണ്ടാത്ത ചിന്തകളും വരുത്തി തീർക്കുന്നതിന് പകരം അള്ളാഹുവിനെ ഓർക്കുക. അള്ളാഹു എന്തൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കൊന്നും നൽകിയിട്ടില്ല എന്നാണ് എങ്കിൽ ചുറ്റുവട്ടത്തേക്കൊന്നും കണ്ണോടിക്കുക. നമ്മളുടെ മക്കൾ, അയൽവാസിയുടെ മാനസിക സമനില തെറ്റിയിട്ടുള്ള മക്കൾ, ശരീരത്തിന് ആരോഗ്യമില്ലാത്ത അന്ധരായ വികലാംഗരായ മക്കളെ കാണുമ്പോൾ നമുക്ക് അള്ളാഹു ചെയ്തത് എന്തുമാത്രമാണ് നമുക്കറിയാം. വിദ്യാഭ്യാസപരമായി നമുക്കുള്ള ഉയർച്ച അള്ളാഹു നൽകിയ വലിയ നിഅമത്തായി നമുക്ക് കാണാം. സാമ്പത്തികമായി ഉള്ളത് അള്ളാഹു നൽകിയതാണ് എന്ന് കാണാം. ഇതൊക്കെ വെച്ചുകൊണ്ട് നാം എത്രമാത്രമാണ് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ നാം തയ്യാറാവുക. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.